सहगणं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरूपेश कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते चैतपदाग स्वामिन्निधि नामने नमः आचार्यपादाय निताय कृपाकृतायिने गौरगदातामताय नगरग्रामतारिणे नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने नमस्ते सारस्वतीं देवी गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे नमो महावदन्याय कृष्ण प्रेम प्रदायिने कृष्णाय कृष्ण चैतन्य नाम्ने गौरीत्यशे नमः। नमो ब्रह्मण्य देवाय गोब्राह्मणहिताय च जगद्हिताय कृष्णाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने पङ्कजनेत्राय नमस्ते पङ्कजाग्रे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, आनंद कोरी वैष्णव भक्तवृंद की जय, निताय को प्रेमानंदे हरि हरि को। ഹരേ കൃഷ്ണ. സത്സംഗത്തിൽ വന്നിട്ടുള്ള എല്ലാ കൃഷ്ണഭക്തരുടെയും പാദങ്ങൾ നമസ്കരിക്കുന്നു. ഞാൻ വായിക്കുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എല്ലാവരുടെയും അനുഗ്രഹം വേണം തെറ്റില്ലാതെ വായിക്കാൻ വേണ്ടി. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 10 ശ്ലോകം 19 വിഭൂതിയോഗം. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയാ പ്രധാന്യതാ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയാ പ്രധാന്യതാ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാനുവാച ഹന്തത്തെ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയാ പ്രാധാന്യതാ കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. അർത്ഥം, ശ്രീവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹന്ത ശരി, കുരുശ്രേഷ്ഠ അർജുന, ദിവ്യങ്ങളായ ആത്മവിഭൂതികൾ, പ്രാധാന്യത പ്രധാനമായവയെ, തേ നിനക്ക്, കഥയിഷ്യാമി ഞാൻ പറഞ്ഞു തരാം, ഹി എന്തെന്നാൽ, മേ എന്റെ, വിസ്തരിച്ചുള്ളതിന്, വിഭൂതികൾക്ക്, അന്ത അവസാനം, ന അസ്തി ഭവിക്കുന്നില്ല, ഇല്ല. വിവർത്തനം ജയ് ശ്രീല പ്രഭുപാദ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, പാസുരങ്ങളായ എന്റെ വിഭൂതികളെ പറ്റി ഇനി ഞാൻ പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം. വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനം ഉണ്ടാവുകയില്ല. ഭാവാർത്ഥം ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം, കൃഷ്ണന്റെയും അവിടുത്തെ വിഭൂതികളുടെയും മഹത്വം അമേയമാണ്. വ്യക്തിഗത ജീവാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് പരിധിയുണ്ട്. അവയ്ക്ക് കൃഷ്ണനെ സമഗ്ര ഭാവത്തിൽ ഗ്രഹിക്കാനാവില്ല. എങ്കിലും ഭക്തന്മാർ കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നു. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ദശയിലോ ഒരു പ്രത്യേക സമയത്തോ കൃഷ്ണനെ തികച്ചും അറിയാൻ കഴിയുമെന്ന ധാരണയോടെയല്ല ഭക്തന്മാർ അതിനായി ശ്രമിക്കുന്നത്.
കൃഷ്ണനെ കുറിച്ച് വിഷയങ്ങൾ തന്നെ അമൃതം പോലെ ആസ്വാദ്യമാകുന്നത് കൊണ്ടാണ് ആ കഥാശ്രവണം അവരെ ആനന്ദഭരിതരാക്കുന്നു. കൃഷ്ണന്റെ വിഭൂതികളെയും നാനാവിധ ശക്തികളെയും പറ്റി പരസ്പരം ചർച്ച ചെയ്യുന്നതിലും കേൾക്കുന്നതിലും വിശുദ്ധ ഭക്തന്മാർ ദിവ്യമായ ആനന്ദം കണ്ടെത്തുന്നു. അതുകൊണ്ട് അവർ അത് കേൾക്കുവാനും ചർച്ച ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നു. ജീവാത്മാക്കൾക്ക് കൃഷ്ണനെ വിഭൂതികളൊട്ടാകെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് തന്റെ വിവിധ ശക്തികളുടെ പ്രാധാന്യമേറിയ ആവിഷ്കരണങ്ങളെ മാത്രം എടുത്തു പറഞ്ഞത്. ഇവിടെ പ്രാധാന്യത എന്ന പദം പ്രത്യേകം ശ്രദ്ധേയമാണ്. എണ്ണമറ്റ ഭഗവത് ഭാവങ്ങളിൽ പ്രാധാന്യമുള്ള ചിലതേ ഇവിടെ വിസ്തരിക്കുന്നുള്ളൂ. അവയെല്ലാം ഗ്രഹിക്കുവാൻ സാധ്യമല്ല. എല്ലാ ആവിഷ്കാരങ്ങളെയും നിയന്ത്രിച്ചു പോരുന്ന തന്റെ വൈഭവങ്ങളെയാണ് വിഭൂതി ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമരകോശത്തിൽ വിഭൂതിക്ക് അസാമാന്യമായ ഐശ്വര്യമെന്ന് അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. വ്യക്തിശൂന്യവാദികൾക്കോ വിശ്വദേവതാവാദികൾക്കോ ഭഗവാന്റെ സവിശേഷമായ ഐശ്വര്യങ്ങളെ കുറിച്ച് അറിയുവാനോ അവിടുത്തെ ദിവ്യശക്തികളുടെ ആവിഷ്കരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനോ സാധ്യമല്ല. ആ ദിവ്യശക്തികൾ വിവിധ രൂപങ്ങളിൽ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലെങ്ങും പ്രത്യക്ഷീഭവിക്കുന്നുണ്ട്. അവയിൽ സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ചിലതാണിവിടെ കൃഷ്ണൻ വിവരിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന ശക്തിയെ ഭാഗികമായി വിവരിച്ചിട്ടുണ്ട്. ശ്ലോകം 20. അഹമാത്മാ ഗുഡാകീശ സർവഭൂതാശയ സ്ഥിത അഹമാദിശ്യ മധ്യം ച ഭൂതാനാമന്ത ഏവ ച. അഹമാത്മാ ഗുഡാകീശ സർവഭൂതാശയ സ്ഥിത അഹമാദിശ്യ മധ്യം ച ഭൂതാനാമന്ത ഏവ ച. അഹമാത്മാ ഗുഡാകീശ സർവഭൂതാശയ സ്ഥിത അഹമാദിശ്യ മധ്യം ച ഭൂതാനാമന്ത ഏവ ച. ഗുഡാകേശ, ഹേ അർജുന, അഹം ഞാൻ, സർവഭൂതാശയസ്ഥിത സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന, ആത്മാ അസ്മി ആ പരമാത്മാവാണ്, അഹം ഞാൻ, ഭൂതാനാം ജീവഭൂതങ്ങളുടെ, ആദി ച ആദിയും, മധ്യം ച മധ്യവും, അന്തം ഏവ ച അന്തം തന്നെയുമാകുന്നു. വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. ഹേ അർജുന, ജീവജാലങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. ഈ ശ്ലോകത്തിൽ അർജുനനെ ഗുഡാകേശ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഗുഡാകേശ എന്നതിന് നിദ്ര തമസിനെ ജയിച്ചവൻ എന്നർത്ഥം. അജ്ഞതയുടെ അന്ധകാരത്തിൽ ഉറങ്ങുന്നവർക്ക് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിൽ ഭഗവാൻ നാനാ രൂപങ്ങളിലൂടെ സ്വയം ആവിഷ്കരിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ല. കൃഷ്ണൻ അർജുനനെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുന്നത് ശ്രദ്ധേയമാണ്. അർജുനൻ അത്തരം അന്ധകാരത്തിന് അതീതനാകയാൽ പരമദിവ്യോത്തമ പുരുഷൻ തന്റെ വിവിധ ഐശ്വര്യങ്ങളെ പറ്റി വിവരിച്ചു കൊടുക്കുവാൻ സമ്മതിക്കുന്നു. തന്റെ ആദിമ വിസ്തരണത്താൽ ഈ വിശ്വ ആവിഷ്കാരത്തിന്റെ ആത്മാവാണ് താനെന്ന് ആദ്യമേ കൃഷ്ണൻ അർജുനനെ അറിയിക്കുന്നു. ഭൗതിക സർഗത്തിന് മുമ്പ് തന്റെ സമഗ്ര വിസ്തരണത്താൽ അദ്ദേഹം പുരുഷാവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് സൃഷ്ടിയുടെ ആരംഭം. അങ്ങനെ മഹത്തത്വം എന്ന് വിളിക്കപ്പെടുന്ന വിശ്വമൂലകങ്ങളുടെ ആത്മാവ് ഭഗവാൻ കൃഷ്ണൻ തന്നെ. സമ്പൂർണ്ണ ഭൗതിക ശക്തിയല്ല സൃഷ്ടിയുടെ കാരണം. മഹത്തത്വം എന്ന സമഗ്ര ഭൗതിക ശക്തിയിൽ മഹാവിഷ്ണു ഉൾപോകുകയാണ് ചെയ്യുന്നത്. അവിടുന്നാണ് മഹത്വത്തിന്റെ ആത്മാവ്. മഹാവിഷ്ണു പ്രകട വിശ്വത്തിൽ പ്രവേശിച്ച് ഓരോ സത്തയിലും വീണ്ടും പരമാത്മാ രൂപേണ നിലകൊള്ളുന്നു. ആധ്യാത്മികമായ തേജസ് പുലിംഗത്തിന്റെ സാന്നിധ്യമാണ് ശരീരത്തെ നിലനിർത്തുന്നതെന്ന് നമുക്ക് അനുഭവം കൊണ്ട് അറിയാം. ആധ്യാത്മിക സ്ഫുലിംഗമല്ലാതെ ശരീരം വളരുകയില്ല. പരമാത്മാവായ കൃഷ്ണൻ അന്തസ്ഥിതനാകാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിനും വികാസം പ്രാപിക്കാനാവില്ല. സുബലോപനിഷത്ത് പറയുന്നു, പ്രകൃത്യാദി സർവ ഭൂതാനന്തരാമി സർവശേഷി ച നാരായണ. പരമദിവ്യോത്തമ പുരുഷൻ പരമാത്മാ രൂപേണ എല്ലാ പ്രത്യക്ഷ പ്രപഞ്ചങ്ങളിലും കുടികൊള്ളുന്നു. ശ്രീമദ് ഭാഗവതവും സ്വാതന്ത്ര്യവും 3 പുരുഷാവതാരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുസ്തു ത്രീണി രൂപാണി പുരുഷാഖ്യാനോദോ വിദു. ഈ ഭൗതിക ആവിഷ്കാരത്തിൽ ഭഗവാൻ 3 ഭാവങ്ങളിൽ പ്രത്യക്ഷീഭവിക്കുന്നു. കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു.
മഹാവിഷ്ണു അഥവാ കാരണോദകശായ വിഷ്ണുവിനെ പറ്റി ബ്രഹ്മസംഹിത ഇങ്ങനെ പുകഴ്ത്തുന്നു. യം കാരണാർണവജലേ ഭജതി സ്മ യോഗാ നിദ്രാം. കാരണങ്ങൾക്കും കാരണഭൂതനായ ഭഗവാൻ കൃഷ്ണൻ കാരണാർണവത്തിൽ വിഷ്ണുവായി ശയിക്കുന്നു. അതുകൊണ്ട് ആ പരമപുരുഷൻ തന്നെ വിശ്വ ആരംഭത്തിനു കാരണം. അദ്ദേഹമത്രേ എല്ലാ ശക്തികളുടെയും നിലനിൽപ്പിനും നാശത്തിനും ഹേതുവും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഈ 2 ശ്ലോകം വായിച്ചാലും മാതാജിക്ക് മനസ്സിലായത് പറയാമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 19ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, ഭാസ്വങ്ങളായ എല്ലാ വിഭൂതികളെ കുറിച്ചിട്ടും അർജുനനോട് പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നതാണ്. പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം, അല്ലാതെ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരില്ല, അത്രയ്ക്കും ഉണ്ട്. അപ്പോ പ്രത്യക്ഷ നമ്മുടെ ജീവിതത്തില് ഉപയോഗപ്പെടുന്ന കുറച്ച് അവതാരങ്ങളെ കുറിച്ചും ആ ജീവിതത്തിൽ പകർത്തേണ്ട വിഭൂതികൾ, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സർവ ജീവജാലങ്ങളിലും ഈ പരമാത്മാവിന്റെ അംശം അടങ്ങിയിരിക്കുന്നു. ഇത് എല്ലാ 15ാം അധ്യായത്തിലും നമ്മള് സർവസ്യ ചാഹം സന്നിവിഷ്ടോ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു. പരമാത്മാവ് ഇല്ലാതെ നമുക്ക് ഒരു കൈയില്ലാതെ, കൈ മുറിഞ്ഞ കൈ വെച്ച് കെട്ടിയാൽ എത്ര ഇത് തോന്നും, അത്രയ്ക്കും പ്രാധാന്യം പരമാത്മാവില്ലെങ്കിൽ ആ ശരീരത്തിനുള്ളൂ. അത്രയ്ക്കും നമ്മൾ ഭഗവാന്റെ അംശമാണ്. ഭഗവാനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാ ചൈതന്യവും ബുദ്ധിവിശേഷവും നമുക്ക് ലഭിക്കുന്നത്. ഇവിടൊക്കെയാണ് 20ാമത്തെ ശ്ലോകത്തിലും അതുതന്നെ ഗുഡാകേശ എന്ന് പറയുന്നത്, അർജുനനെ ഗുഡാകേശ എന്ന് വിളിക്കുന്നുണ്ട്. നിദ്രയെ ജയിച്ചവൻ എന്നാണ് ഗുഡാകേശ എന്ന വാക്കിന്റെ അർത്ഥം. പിന്നെ 6 വിഭൂതികൾ, ഭഗവാന്റെ 6 വിഭൂതികളും ഐശ്വര്യം, സമ്പത്ത്, പ്രശസ്തി, ജ്ഞാനം, ത്യാഗം എന്നിവ ഭഗവാന് മാത്രമാണ് ഉള്ളത്. ഭഗവാന് തുല്യനായിട്ട് ആരുമില്ല. ആദ്യം അന്തവും ഭഗവാനാവുന്നു. അങ്ങനത്തെയുള്ള ഐശ്വര്യങ്ങളെ പറ്റിയും ബ്രഹ്മസംഹിതയില് 47ാമത്തെ ശ്ലോകത്തില് ശ്രേഷ്ഠമായതും ആത്മനിഷ്ഠമായതുമായ സ്വയം രൂപം സ്വീകരിച്ച് എല്ലാ ലോകങ്ങളിലുമുള്ള ഊർജത്താൽ പൂർണ്ണമായി ശേഷ എന്ന പേര് വഹിക്കുന്നതും രോമകൂപങ്ങളിൽ അനന്തമായ ലോകങ്ങൾ കൊണ്ട് കാരണഭൂതനായ കടലിൽ വിശ്രമിച്ച് സൃഷ്ടിപരമായ നിദ്രയെ ആസ്വദിക്കുന്നവനുമാണ് യോഗീന്ദ്രൻ. അങ്ങനത്തെ യോഗീന്ദ്രനായ പരമപുരുഷനെ ഞാൻ ആരാധിക്കുന്നു എന്ന് ബ്രഹ്മസംഹിത 47ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇത്രയുമാണ് എനിക്ക് മനസ്സിലായിരുന്നത്. ഹരേ കൃഷ്ണ.